വാർത്തകൾ വിശദമായി. ആൻഡ്രിക്സ് ദേവാസ് ഇടപാടിൽ ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായരെ പ്രതി ചേർത്ത് CBI കുറ്റപത്രം സമർപ്പിച്ചു. വിവരങ്ങളുമായി മനു ശങ്കരൻ ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. മനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, ISROയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ബംഗളൂരു ആസ്ഥാനമായ മൾട്ടിമീഡിയ കമ്പനിയുമായി ഒപ്പിട്ട കരാറിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CBI കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ ജി മാധവൻ നായരെ പ്രതി ചേർത്തിരിക്കുകയാണ്. നിലവിൽ ഇടപാടിൽ 578 കോടി രൂപയുടെ ക്രമക്കേട് നടന്നു എന്ന് CBI ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെക്കുറിച്ച് CBI മാധവൻ നായർ തന്നെ കഴിഞ്ഞ 2 മാസം മുമ്പ് ദില്ലി ആസ്ഥാനത്തെത്തിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് CBI എത്തിയതെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ISRO മുൻ ഉദ്യോഗസ്ഥരായ C വേണുഗോപാൽ, NG ചന്ദ്രശേഖർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്പനിയായിരുന്നു ദേവാസ്. ഈ കമ്പനിയുമായി 2005 ആൻഡ്രിക്സ് കരാർ ഒപ്പിട്ടത്. മന്ത്രിസഭയിൽ നിന്ന് മറച്ചു വച്ചാണ് ഈ കരാർ ഒപ്പിട്ടതെന്നാണ് CBI ചൂണ്ടിക്കാട്ടുന്നത്. ISROയുടെ GSAT-6 അതോടൊപ്പം GSAT-6A എന്നീ ഉപഗ്രഹങ്ങളുടെ 90% ട്രാൻസ്പോർട്ടറുകളും നൽകാനായിരുന്നു കരാർ. 150 MHz S-ബാൻഡ് സ്പെക്ട്രത്തിലെ 70% ദേവാസിന് നൽകാനും കരാറിൽ ധാരണയുണ്ടായിരുന്നു. എന്നാൽ ഈ കരാർ നൽകിയത് മറ്റ് കമ്പനികൾക്ക് അവസരം നൽകാതെ ദേവാസിന് വേണ്ടി മാത്രമായി നൽകി സർക്കാരിന്റെ താല്പര്യം ബലി കഴിച്ചു എന്നാണ് നിലവിൽ മാധവൻ നായർക്കെതിരെ CBI കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഇതുവഴി സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായി. ഈ സമയത്ത് ആൻഡ്രിക്സിന്റെ ഭരണാനുമതി തലവൻ കൂടിയായിരുന്നു മാധവൻ നായർ. CAG റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. കരാറിന് ശേഷം ദേവാസ് ഉടമസ്ഥരായ ഫോർഡ് അഡ്വഞ്ചേഴ്സിനെ ഓഹരി മൂലധനം വൻ രീതിയിൽ വർദ്ധിച്ചതായും CBI കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് CBI കുറ്റപത്രത്തിൽ ജി മാധവൻ നായരെ പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സോമി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മാറാട് കലാപത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്താൻ BJPക്ക് താൽപര്യമില്ലായിരുന്നുവെന്ന് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ പീപ്പിൾ TVയോട് വെളിപ്പെടുത്തി. കലാപം സംയുക്ത ഏജൻസികൾ അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 2003 രണ്ടാം മാറാട് കൂട്ടക്കൊല ഒന്നാം കലാപത്തിന് മുമ്പ് തന്നെ ആസൂത്രണം ചെയ്തതാണെന്നാണ് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിന്റെ വെളിപ്പെടുത്തൽ. രണ്ടാം കലാപം CBI അന്വേഷിക്കുന്നതിൽ അന്നത്തെ BJP നേതൃത്വം എതിരായിരുന്നു. ഇക്കാര്യത്തിൽ BJP നേതൃത്വത്തിന്റെ നിലപാടുകൾ സംശയാസ്പദമായിരുന്നുവെന്നും പ്രദീപ് കുമാർ വെളിപ്പെടുത്തി. എന്റെ എഫിഡാവിറ്റിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ള എഫിഡാവിറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, BJPയുടെ അന്നത്തെ സംസ്ഥാന നേതൃത്വത്തിന്റെ രീതികൾ സംശയാസ്പദമായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാണ്. എനിക്ക് സംശയം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ CBI അന്വേഷണം ഇത്രയും കാലം നീട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. രണ്ടാം മാറാട് കലാപം CBI, ഇന്റലിജൻസ് ബ്യൂറോ, DRI ഉൾപ്പെടെയുള്ള ഏജൻസികൾ സംയുക്തമായി അന്വേഷിക്കണം. കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം അന്വേഷണം. ജസ്റ്റിസ് തോമസ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു മൾട്ടി ഏജൻസി അന്വേഷണമാണ് ഇവിടെ ആവശ്യം. അദ്ദേഹം പറഞ്ഞത് ഇന്റലിജൻസ് ബ്യൂറോ, പിന്നെ DRI അതുപോലത്തെ ഏജൻസികളും കൂടി CBIയും കൂടി അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെയുള്ള അനുഭവം കോടതി നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കേസായിരിക്കണം. മാറാട് പ്രദേശത്ത് അക്കാലത്ത് നടന്ന ഭൂമി ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയാൽ ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നും പ്രദീപ് കുമാർ വ്യക്തമാക്കി. PV കുട്ടൻ, കോഴിക്കോട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഭിന്നത രൂക്ഷമാകുന്നു. NDA മോഹവും ഒരു മുന്നണിയിലേക്കും ഇല്ലെന്ന മാണിയുടെ പരസ്യ നിലപാടിനും എതിരെ പഴയ ജോസഫ് വിഭാഗമാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഒടുവിൽ ഭിന്നതയില്ലെന്ന് വരുത്തി തീർക്കാൻ നിലപാട് മയപ്പെടുത്തി മാണിയും രംഗത്തെത്തി. UDFനെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും തൃശങ്കൂലാക്കിയെങ്കിലും മാണിയുടെ കേരള കോൺഗ്രസ് ആശയഭിന്നതയുടെ ഉൾപോരിൽ ഒരിക്കൽ കൂടി ആടി ഉലയുന്നു. ഒറ്റയ്ക്ക് ബ്ലോക്കായിരിക്കാനുള്ള മാണിയുടെ തീരുമാനത്തിന് അംഗീകാരമുണ്ടെങ്കിലും ഒരു മുന്നണിയിലും ചേരാതെ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന മാണിയുടെ പരസ്യ നിലപാടിനോട് എതിർപ്പ് രൂക്ഷമാവുകയാണ് പാർട്ടിക്കുള്ളിൽ. ഒടുവിൽ ഭിന്നതയില്ലെന്ന് കാട്ടാൻ പഴയ നിലപാട് മയപ്പെടുത്തി KM മാണി തന്നെ രംഗത്തെത്തുകയും ചെയ്തു. ഇന്നലെയും ഇന്നും മോൻസ് ജോസഫ് തുറന്നു പറഞ്ഞ വാദത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് PJ ജോസഫാണ് ഇന്ന് രംഗത്തെത്തിയത്. ഇതോടെ എതിർപ്പിന്റെ ആഴം കൂടുതൽ വ്യക്തമാവുകയായിരുന്നു. കേരളത്തിലെ സാഹചര്യത്തിൽ മുന്നണി ബന്ധം അനിവാര്യമാണെന്ന് PJ ജോസഫ് പറഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് വേണ്ടി വരുമല്ലോ. മാണിയുടെ NDA മോഹത്തോട് പഴയ ജോസഫ് വിഭാഗം ഇടഞ്ഞു നിൽക്കുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മുന്നണിയുമായി ബന്ധപ്പെട്ട നിലപാടിലും എതിർപ്പ് പുറത്തെത്തുന്നത്. ഒരു മതേതരത്വ നിലപാടാണ് കേരള കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഈ നിലപാടുകളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് കേരള കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയത്തിലും സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഒടുവിൽ ഈ ഘട്ടത്തിലെ ഭിന്നതയുടെ വാർത്ത പുറത്തെത്തിയതോടെ പഴയ നിലപാട് മയപ്പെടുത്തി KM മാണി തന്നെ രംഗത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ. അവിടെ ഇതിന്റെ അർത്ഥം മുന്നണി വേണ്ടാന്നൊന്നുമില്ല. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്.
ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിൽ ഫൈൻ വരികയാണ്, നിയമപ്രകാരം ഫൈൻ ചെയ്യാം. ഞങ്ങൾ ഈ ഓരോ ലോഡുകളും പിടിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് വയബിൾ ആകത്തില്ല, ഞങ്ങൾ പദ്ധതി ഉപേക്ഷിച്ച് പോകാൻ പോവുകയാണ്. നിയമത്തിൽ പറയുന്നു ഇത്ര ടണ്ണിൽ കൂടുതലുള്ള വണ്ടി വന്നാൽ ആ ലോഡ് അൺലോഡ് ചെയ്തിട്ട് വണ്ടി വിടണമെന്ന് പറയുന്നു. നിങ്ങൾ ആലോചിക്കുക, ഈ ഡൽഹിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ ഇവിടം വരെ വന്നു കഴിഞ്ഞ് നമ്മുടെ സ്ഥലത്ത് കയറി കഴിഞ്ഞിട്ട് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ച് എക്സ്ട്രാ ഉള്ള പരിപ്പും പയറും വഴിയിലിറക്കണമെന്ന് പറഞ്ഞാൽ അത് ആര് സൂക്ഷിക്കും? അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ പൂർണ്ണമായിട്ട് കണ്ണടയ്ക്കുന്നില്ല. ഈ അമിത ലോഡിനെ സംബന്ധിച്ച് പുതിയ ആക്റ്റിൽ ചില പരിഷ്കാരങ്ങൾ വരുന്നുണ്ട്, അത് കാത്തിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. മോട്ടോർ വാഹന വകുപ്പാണ് മാത്രമാണ് അമിത ലോഡിനുള്ള ഫൈൻ ചെയ്യുന്നത്. അത് പോലീസിനെ കൂടി ഏൽപ്പിക്കാനുള്ള ഒരു പുതിയ സജഷൻ ഞാനും കൂടെ അംഗമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ സെൻട്രൽ മോട്ടോർ വാഹനത്തിൽ ഇപ്പോൾ ഭേദഗതി കൊണ്ടുവരാനുള്ള കമ്മിറ്റിയിൽ ഞാനും അംഗമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് പുറത്ത് നടപടി സ്വീകരിക്കുന്നു. ഈ കോൺട്രാക്ടർമാരുടെ ലോഡിനെ പറ്റി ഇത്രയ്ക്ക് വിഷമമുള്ള ട്രാൻസ്പോർട്ട് വകുപ്പ് സാധാരണക്കാരനെ വയർലെസ് സെറ്റ് വെച്ച് തലയ്ക്ക് പരിക്കേൽപ്പിച്ചതിനെ പറ്റി എന്തുകൊണ്ടാണ് പറയുക? ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ടോമിൻ ജെ തച്ചങ്കരി നിയമലംഘനം നടത്തിയതായി തെളിഞ്ഞാൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ മാറ്റുമെന്ന് ഗതാഗത മന്ത്രി. ദില്ലിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അതെന്താ ഇത്ര സംശയം? ഒരാൾ ഒരു ഉദ്യോഗസ്ഥനോ ഒരു പൗരനോ നിയമലംഘനം നടത്തിയാൽ ശിക്ഷിക്കണ്ടേ? അല്ല, അത് കണ്ടെത്തിയതിന് ശേഷം പറഞ്ഞാൽ മതിയല്ലോ, അതിപ്പോൾ നമ്മൾ പറയണ്ടല്ലോ. സംസ്ഥാനത്ത് ചില വകുപ്പുകളിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എക്സൈസ് വകുപ്പിൽ നടക്കുന്നത് ഋഷിരാജ് സിംഗിന്റെ ഭരണമാണ്. വകുപ്പിൽ നടക്കുന്നത് എന്താണെന്ന് മന്ത്രി അറിയുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ടോമിൻ തച്ചങ്കരിയും വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും തമ്മിൽ എപ്പോഴും യുദ്ധമാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ടോമിൻ തച്ചങ്കരിക്ക് കൊമ്പുണ്ടോ? ഈ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലെല്ലാം അദ്ദേഹത്തിന്റെ ഈ ജന്മദിന കേക്ക് മുറിക്കാനെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറും തമ്മിലുള്ള യുദ്ധത്തിൽ എപ്പോഴും പരാജയം മന്ത്രിക്കായി മാറുന്നു. എക്സൈസ് വകുപ്പ് മന്ത്രി അദ്ദേഹം അറിയുന്നേയില്ല എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റ് നടക്കുന്നത്. അവിടെ എല്ലാം ഋഷിരാജ് സിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മന്ത്രി പറഞ്ഞാൽ ഇപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാർ കേൾക്കുമോ? ATM തട്ടിപ്പ് കേസിലെ പ്രതികൾക്ക് മൊബൈൽ സിം കാർഡ് എടുത്ത് നൽകിയ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തു. കോവളം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. രഞ്ജിത്തിനെതിരെ വ്യാജരേഖ ചമച്ചതിനുള്ള കുറ്റം ചുമത്തി. ആയുർവേദ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയുടെ പേരിലുള്ള സിം കാർഡാണ് ATM തട്ടിപ്പ് കേസിലെ പ്രതികൾ ഉപയോഗിച്ചിരുന്നത്. സിം എടുക്കാനായി ഇദ്ദേഹം സമർപ്പിച്ച ഫോട്ടോയും തിരിച്ചറിയൽ രേഖകളും ദുരുപയോഗം ചെയ്ത കോവളത്തെ കടയുടമയാണ് റൊമേനിയൻ സ്വദേശികൾക്ക് ഫോൺ നമ്പർ സംഘടിപ്പിച്ചു നൽകിയത്. തലസ്ഥാനത്തെ ATM കവർച്ചയിലെ പ്രതി റൊമേനിയൻ സ്വദേശി ഗബ്രിയേൽ മരിയെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇൻഡിഗോ വിമാനത്തിലാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇയാളെ AR ക്യാമ്പിലെത്തിച്ച ഗബ്രിയേലിനെ IG മനോജ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നുണ്ട്. ജീവൻ കുമാർ, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സോമിനി, വൈകുന്നേരം 4:30 തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിൽ ഇൻഡിഗോ വിമാനത്തിലെത്തിയ ഗബ്രിയേൽ മരിയയ്ക്കൊപ്പം മുംബൈയിൽ പോയ അന്വേഷണ ഉദ്യോഗസ്ഥനായ പേട്ട CA സുരേഷ് പി നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഗബ്രിയേലിനെ തലസ്ഥാനത്ത് എത്തിച്ചത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കനത്ത സുരക്ഷാ വലയത്തിലാണ് ഗബ്രിയേലിനെ തിരുവനന്തപുരം സിറ്റി AR ക്യാമ്പിൽ എത്തിച്ചത്. നന്ദാവനത്തെ AR ക്യാമ്പിൽ എത്തിച്ചത്. തുടർന്ന് അവിടെ IG മനോജ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് ഗബ്രിയേലിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എത്തി ഗബ്രിയേലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ DCP T ശിവവിക്രം, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരും പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും മുംബൈയിൽ വെച്ചുള്ള പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ തന്നെ പരിശീലിപ്പിച്ചത് ബൾഗേറിയയിൽ നിന്നുള്ള തട്ടിപ്പ് സംഘമാണ് തന്നെ പരിശീലിപ്പിച്ചത്, ഇത്തരം പ്രവർത്തികൾ പരിശീലിപ്പിച്ചത് എന്ന് ഗബ്രിയേൽ മരിയ വ്യക്തമാക്കിയിരുന്നു. തനിക്ക് പ്രാഥമികമായ വിദ്യാഭ്യാസത്തോടൊപ്പം വെറും ഡിപ്ലോമ ബിരുദധാരി മാത്രമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി താൻ ഈ തട്ടിപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സമാനമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ സമാനമായ തട്ടിപ്പുകൾ ചെന്നൈയിലും മുംബൈയിലും നടത്തിയതായും ഇദ്ദേഹം സമ്മതിച്ചു. ചെന്നൈയിൽ തട്ടിപ്പ് നടത്തുന്നതിനിടെ ഗബ്രിയേൽ മരിയയുടെ സംഘാംഗമായ ഒരാൾ
ഇപ്പോൾ ചെന്നൈ പോലീസിന്റെ കസ്റ്റഡിയിൽ ജയിലിലുണ്ട്. അവിടെ അണ്ണാനഗറിലുള്ള ഒരു ATM നിന്നും പണം തട്ടിക്കുന്നതിനിടെയാണ് ഇദ്ദേഹത്തെ നേരത്തെ ഗബ്രിയേൽ മരിയുടെ സംഘാംഗമായ വ്യക്തിയെ ചെന്നൈ പോലീസ് പിടികൂടിയത്. സമാനമായ തട്ടിപ്പ് നടത്തിയതിന് മുംബൈയിലും 5 റുമേനിയൻ സ്വദേശികൾ പിടിയിലായിട്ടുണ്ട്. ഇവരിൽ നിന്നും പ്രാഥമികമായി ഇപ്പോൾ പോലീസ് മനസ്സിലാക്കിയിരിക്കുന്ന പ്രാഥമിക വിവരങ്ങളോടൊപ്പം ചില അടിസ്ഥാനപരമായ ചില വിവരങ്ങൾ കൂടി ഈ കാര്യത്തിൽ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും പ്രധാനമായി ഈ കാര്യത്തിലുള്ളത് ഇവർ ഈ തട്ടിപ്പിനായി ഉപയോഗിച്ചിരിക്കുന്ന മെഷീനുകൾ പ്രവർത്തിക്കുന്ന കൈകാര്യം ചെയ്യുന്ന വിധമാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ടോ, പ്രാദേശികമായ സഹായം ഇവർക്ക് ചെയ്തു കൊടുത്തു എന്നതിന്റെ പേരിൽ കോവളത്ത് നിന്നുള്ള ഒരു കടയുടമ ഹരിശ്രീ എന്ന ഒരു മൊബൈൽ കട നടത്തുന്ന രഞ്ജിത്തിനെ ഇപ്പോൾ കോവളം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്കെതിരെ വ്യാജരേഖ ചമച്ചുകൊണ്ട് പ്രതികളെ സഹായിച്ചു, പ്രതികൾക്ക് സിം കാർഡ് എടുത്തു കൊടുക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു എന്നതിന്റെ പേരിൽ IPC 465, 468, 471 എന്നീ വകുപ്പുകൾ പ്രകാരം രഞ്ജിത്തിനെതിരെ കേസ് ചുമത്തിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ രഞ്ജിത്തിനെ പോലീസ് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഒപ്പം ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ വെളിവാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിന്റെ വിവരങ്ങൾ അല്പസമയം കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ കഴിയൂ. എന്തായാലും ഇന്ന് ATMകളിൽ കൊണ്ടുപോയി തെളിവെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രായോഗികതയെ സംബന്ധിച്ച് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ സുരക്ഷാ അകമ്പടി ഇദ്ദേഹത്തിനായി വേണ്ടിവരും. നഗരത്തിൽ തിരക്കേറിയ സമയമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ട് രാത്രി കൊണ്ടുപോയി തെളിവെടുക്കുന്നത് പ്രായോഗികമാണോ എന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. ഏതായാലും 5 ദിവസം മാത്രമാണ് ഇയാളെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത് എന്നതുകൊണ്ട് എത്രയും വേഗം തെളിവെടുപ്പുകൾ പൂർത്തീകരിച്ച് മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കാനാണ് ഇനി അവർ ശ്രമിക്കുക. എന്തായാലും ഇന്ന് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി ട്രാൻസിസ്റ്റ് വാറന്റ് ഉള്ള ഇദ്ദേഹത്തെ പ്രൊഡ്യൂസ് ചെയ്യണമോ എന്നുള്ള കാര്യത്തിലും ഒരു കൃത്യമായ ഒരു ധാരണയിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി എന്നതാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വന്നിരിക്കുന്ന ഒരു പൊതുധാരണ. സ്വാമി, ATM തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ഗബ്രിയേലിനെ തിരുവനന്തപുരത്ത് എത്തിച്ചു AR ക്യാമ്പിൽ ചോദ്യം ചെയ്യുകയാണ്. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. തന്നെ പോലീസ് മേധാവി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് TP സെൻകുമാർ സമർപ്പിച്ച ഉപഹർജി ഹൈക്കോടതി തള്ളി. ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. സർക്കാർ നടപടി ശരിവെച്ച കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ സെൻകുമാർ സമർപ്പിച്ച ഹർജിയിൽ കോടതി പിന്നീട് വിശദമായ വാദം കേൾക്കും. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയ സർക്കാർ നടപടി ശരിവെച്ചുകൊണ്ടുള്ള കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരെ TP സെൻകുമാർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഇതിനൊപ്പം സമർപ്പിച്ച ഉപഹർജിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. അപ്പീലിൽ തീർപ്പുണ്ടാകുന്നതുവരെ പോലീസ് മേധാവി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു ഉപഹർജിയിലെ ആവശ്യം. തന്റെ ഹർജിയിൽ തീർപ്പാക്കുന്നതിന് കാലതാമസമുണ്ടാകുമെന്നും ഇതിനിടെ തന്റെ വിരമിക്കൽ പ്രായം എത്തുമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉപഹർജി. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡിവിഷൻ ബെഞ്ച് ഉപഹർജി തള്ളിയത്. ജസ്റ്റിസ് PR രാമചന്ദ്ര മേനോൻ, ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. എന്നാൽ CAT ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ പിന്നീട് വാദം കേൾക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എറണാകുളം ഇന്റലിജൻസ് DYSP ബിജു അലക്സാണ്ടറുടെ വീട്ടിലും ഓഫീസിലും വിജിലൻസ് പരിശോധന നടത്തി. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിന്മേലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു റെയ്ഡ്. മണിക്കൂറുകളോളം നീണ്ട പരിശോധനയിൽ സുപ്രധാന വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിൽ വിജിലൻസ് ബിജു അലക്സാണ്ടറിനെതിരെ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത്. വിജിലൻസിന്റെ പ്രത്യേക സെല്ല് തൃപ്പൂണിത്തുറയിലെ വീട്ടിലും ഓഫീസിലും ഒരേ സമയം പരിശോധന നടത്തുകയായിരുന്നു. രാവിലെ ആരംഭിച്ച റെയ്ഡ് മണിക്കൂറുകളോളം നീണ്ടു. കൊട്ടാര സദൃശ്യമായ വീടാണ് തൃപ്പൂണിത്തുറ പാലത്തിന് സമീപം ബിജു അലക്സാണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. വീട്ടിൽ വിശദമായ പരിശോധന നടത്തിയ വിജിലൻസ് സംഘം ഭൂമി സംബന്ധമായ ഇടപാടുകളുടെ രേഖകളും മറ്റും കണ്ടെത്തി. നിക്ഷേപങ്ങൾ സംബന്ധിച്ചും മറ്റു സ്വത്തുവിവരങ്ങൾ സംബന്ധിച്ചുമുള്ള അന്വേഷണം തുടരുകയാണ്. സംസ്ഥാനത്ത് കോളിളക്കം സൃഷ്ടിച്ച പെൺവാണിഭ കേസുകളിൽ ബിജു അലക്സാണ്ടർക്കായിരുന്നു അന്വേഷണ ചുമതല. വരാപ്പുഴ, പറവൂർ കേസുകളും ഇതിൽ ഉൾപ്പെടും. ഈ കേസുകളിൽ പ്രതിപ്പട്ടികയിൽ ഉള്ളവരെ ഒഴിവാക്കാനും മറ്റ് ജില്ലരെ ഉൾപ്പെടുത്താതിരിക്കുന്നതിനുമായി വൻതോതിൽ പണമിടപാട് നടന്നു എന്ന ആരോപണമുയർന്നിരുന്നു. വിജിലൻസിന് ലഭിച്ച പരാതിയിൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച വിശദ വിവരങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. മുൻപ് ബിജു അലക്സാണ്ടർക്കെതിരെ ലഭിച്ച പരാതികളിൽ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഭരണതലത്തിലും വിജിലൻസ് തലപ്പത്തുമുണ്ടായ മാറ്റമാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് നീങ്ങാൻ കാരണമായത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
സംസ്ഥാനത്ത് മത്സ്യമേഖലയിൽ മുരാരി കമ്മിറ്റി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1980-ലെ സമഗ്ര മത്സ്യബന്ധന നിയമം പരിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളി സംസ്ഥാന ഫെഡറേഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മത്സ്യസമ്പത്ത് സംരക്ഷണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യങ്ങളുടെ ആദ്യ വിൽപ്പന ഇടനില മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഉത്തരവാദിത്വ മത്സ്യബന്ധനത്തിന് ലോകമെമ്പാടും അംഗീകരിച്ച ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. ഈ പെരുമാറ്റച്ചട്ടങ്ങൾ കേരളത്തിന്റെ മത്സ്യമേഖലയിൽ കരുതലോടെ നടപ്പാക്കാനാവണം. സാർവദേശീയ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഇത് നമ്മുടെ ചുമതലയായി മാറിയിട്ടുണ്ട്. 1980-ലെ കേരള സമുദ്ര മത്സ്യബന്ധന നിയമം കാലോചിതമായി പരിഷ്കരിക്കാനുള്ള നടപടിയും സർക്കാർ സ്വീകരിക്കും. കൈരളി TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരന്റെ കവിതാ സമാഹാരം കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. മറവിതൻ ഓർമ്മ എന്ന പേരിലുള്ള കവിതാ സമാഹാരം കവി സെബാസ്റ്റ്യനാണ് പ്രകാശനം ചെയ്തത്. 2 ഭാഗങ്ങളിലായി 83 കവിതകളാണ് സമാഹാരത്തിലുള്ളത്. DC ബുക്സ് ആണ് പ്രസാധകർ. കൊച്ചിയിൽ നടക്കുന്ന DC അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. ഓർമ്മ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് ഇപ്പോൾ വേദിയിൽ. ഭക്ഷ്യവിപണന രംഗത്തെ വമ്പന്മാരായ ടേസ്റ്റി നിബിൾസ് റെഡി ടു ഈറ്റ് വിഭവങ്ങളുമായി കേരള വിപണിയിലെത്തുന്നു. നാടൻ വിഭവങ്ങളായ മീൻപീര, കപ്പപ്പുഴുക്ക്, സാമ്പാർ, അവിയൽ, മത്തിക്കറി, വിവിധതരം അച്ചാറുകൾ, പായസങ്ങൾ എന്നിങ്ങനെ 72ഓളം വിഭവങ്ങളാണ് ടേസ്റ്റി നിബിൾസ് വിപണിയിലെത്തിക്കുന്നത്. മായങ്ങൾ ചേർക്കാതെ പ്രകൃതിദത്തമായ വിഭവങ്ങൾ അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചാണ് പുതിയ ഉൽപ്പന്നങ്ങളെന്ന് ടേസ്റ്റി നിബിൾസ് മാനേജിംഗ് ഡയറക്ടർ ചെറിയാൻ കുര്യൻ പറഞ്ഞു. 2001-ൽ അരൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച HIC ABF സ്പെഷ്യൽ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ടേസ്റ്റി നിബിൾസ് എന്ന പേരിൽ വിപണിയിലെത്തിയത്.